السلام عليكم ورحمة الله تعالى وبركاته. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. സർഗവസന്തം പുത്തുലയുന്ന ഈ കലാവേദിയിൽ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഒരു കൊച്ചു കഥാപ്രസംഗം അവതരിപ്പിക്കുകയാണ്. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വിറകൊള്ളിച്ച ഒരു ധീരയോദ്ധാവിൻ്റെ വീരഗാഥ. ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് സുൽത്താൻ വാരിയൻകുന്നത്ത്. അതെ, സുൽത്താൻ വാരിയൻകുന്നത്ത്. വിസ്മയോദിനങ്ങൾ ചരിതമൂരത്തു പാടാം, വാരിയൻകുന്നത്തിൻ വീരേതിഹാസമോദാം. പടപ്പുറപ്പാടാണ് ചൊങ്കിൽ ധീരശബ്ദമാലേറെ നാടി മണ്ണിലെ. പടപ്പുറപ്പാടാണ് ചൊങ്കിൽ ധീരശബ്ദമാലേറെ നാടി മണ്ണിലെ. ദേ അങ്ങോട്ട് നോക്കൂ, ആരാണ് ആ കടന്നു വരുന്നത്? ആലി മുസ്ലിയാരുടെ സന്ദേശം അറിഞ്ഞ് ഏറനാട്ടിൽ നിന്നെത്തിയ സുൽത്താൻ വാരിയൻകുന്നനാണത്. ഒരു വലിയ സൈന്യവും അദ്ദേഹത്തോടൊപ്പമുണ്ട്. തന്നിലേക്ക് ഉറ്റുനോക്കുന്ന ആയിരക്കണക്കിന് മാപ്പിളമാർക്ക് മുമ്പിൽ അദ്ദേഹം ഒരു പ്രഭാഷണത്തിനൊരുങ്ങി. സഹോദരങ്ങളെ, കഴിഞ്ഞ 4 മാസമായി ബ്രിട്ടീഷുകാർ മാപ്പിളമാരെ മാത്രം തിരഞ്ഞുപിടിച്ച് റോഡിലിട്ട് മർദ്ദിക്കുകയാണ്. എണ്ണിയാലൊതുങ്ങാത്ത കള്ളക്കേസുകളാണ് അവർക്ക് മേൽ പടച്ചുവിടുന്നത്. ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കണം, സ്വയം ഭരണം സ്ഥാപിക്കണം. അതിനായി എല്ലാം ദൈവത്തിൽ അർപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് വരിക. വാരിയൻകുന്നന്റെ പ്രസംഗം ജനം ഏറ്റെടുത്തു. അതിൽ മാപ്പിളമാർ മാത്രമായിരുന്നില്ല, കുടിയാന്മാരും സാധാരണക്കാരുമായ ഹിന്ദുമതസ്ഥർ പോലും അതിലുണ്ടായിരുന്നു. ജാതി മതഭേദമന്യേ സർവ്വ സമുദായക്കാരും യൂണിഫോം ധരിച്ച മുൻ പട്ടാളക്കാരും വാരിയൻകുന്നതിനോടൊപ്പം അണിനിരക്കാൻ തിടുക്കം കാട്ടി. സൈന്യം കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ടേയിരുന്നു. അണി അണി അണിയായി മാപ്പിള സംഘം ഊതിത്താനെ, കൂടെ ഹിന്ദു സദാക്കളും ആനന്ദത്താൽ ഗമിച്ചാനെ. പടയണി പടയണി എന്ന സ്വാതന്ത്ര്യത്തെ കോതിത്താനെ, നേരം മഞ്ചേരിയിലേക്കായിരം അടുത്താനെ. ഇപ്പോൾ മലബാർ സ്വതന്ത്രരാണ്. ഒരു സുപ്രഭാതം. ഏറെ നാളത്തെ അടിമത്തത്തിൽ നിന്നും മോചനം ലഭിച്ചതിൻ്റെ പ്രഖ്യാപനങ്ങൾ കേൾക്കുവാനായി ആയിരക്കണക്കിന് ജനങ്ങൾ മഞ്ചേരിയിൽ തടിച്ചുകൂടി. നേരം 10:30 മണി. ദൂരെ നിന്നും ഒരു വമ്പിച്ച ഇരമ്പം കേൾക്കുന്നുണ്ട്. ആനക്കാട്ടിൽ നിന്നുമുള്ള ഘോഷയാത്രയാണത്. ഇടക്കിടക്ക് ആകാശത്ത് വെടി പൊട്ടുന്നുമുണ്ട്. അവരിൽ ആയിരക്കണക്കിന് ജനങ്ങളുമുണ്ട്. ഹിന്ദുവും മുസ്ലിമും ആനന്ദമന്ദഹാസം തൂക്കി വളരെ അച്ചടക്കത്തോടെ അടുത്തു വരികയാണ്. ആരാണ് ആ സംഘത്തിന്റെ നേതാവ്? സുൽത്താൻ കിരീടമണി നിന്ന് നിൽക്കുന്ന വാരിയൻകുന്നത്ത് ചൊന്നതാ. വെള്ളപ്പട്ടാളത്തിൻ നേരെ പോരാടാൻ ബഹുജനമൊന്നായി വരുന്നതാ. ബ്രിട്ടീഷുകാരന്റെ ഹാലിളകുന്നു, നട്ടം തിരിഞ്ഞു നടന്നതാ. നേട്ടം വരിച്ചുടൻ ക്രൂര സംഘങ്ങൾ ചതിയിൽ കുടുക്കി പിടിച്ചതാ. അതെ, വെള്ളവസ്ത്രവും കോട്ടും ധരിച്ച് ചുവന്ന തുർക്കി തൊപ്പി കിരീടമായി അണിഞ്ഞ് സുൽത്താൻ വാരിയൻകുന്നൻ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. കൂടി നിന്നിരുന്ന 10,000-കണക്കിന് ജനങ്ങൾ അത്ഭുത പുരുഷനായ തങ്ങളുടെ നേതാവിനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. തന്നിലേക്ക് ഉറ്റുനോക്കുന്ന 10,000-കണക്കിന് ജനങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം ഒരു പ്രഭാഷണത്തിനൊരുങ്ങി. ഏറനാട് വള്ളുവനാട് ഭരണം എൻ്റെ ഹസ്തങ്ങളിലാണ്. ആലി മുസ്ലിയാർ എന്നെ നിങ്ങൾക്ക് നേതാവായി അവരോധിച്ചിരിക്കുന്നു. നമ്മൾ മറ്റുള്ളവരുടെ ജോൽപ്പണിക്ക് നിൽക്കേണ്ടവരല്ല. ബ്രിട്ടീഷ് ഭരണമാണ് അതിന് കാരണം. അത് പിഴുതെറിയണം. ആരെങ്കിലും ഹിന്ദുക്കളെ ആക്രമിച്ചാൽ അവനെ കാത്തിരിക്കുന്നത് ശക്തമായ ശിക്ഷയാണ്. ഇത് കേവലം മുസൽമാന്റെ മാത്രം രാജ്യമല്ല. വാരിയൻകുന്നന്റെ കരുത്ത പ്രഖ്യാപനം ഏറനാടൻ മണൽത്തരികളെ പ്രകമ്പനം കൊള്ളിച്ചു. ഇന്ന് ഹാജി കേവലം വാരിയൻകുന്നനല്ല, സുൽത്താൻ വാരിയൻകുന്നനാണ്. തങ്ങൾക്ക് തലവേദന സൃഷ്ടിച്ച ഹാജിയെ പിടികൂടാൻ ബ്രിട്ടീഷുകാർ 18 അടവും പയച്ചു നോക്കി. ഒടുവിൽ ഹാജിയാരുടെ സുഹൃത്തായ ഉണ്ണിയാൽ മുസ്ലിയാരെയും രാമനാഥയെയും ഹാജിയാരുടെ അടുത്തേക്ക് അയച്ചു. ഉണ്ണിയാൽ മുസ്ലിയാർ ഹാജിയുമായി സംസാരിച്ചിരിക്കവേ പൊന്തക്കുള്ളിൽ നിന്നും വീശിച്ചിരുന്ന ബ്രിട്ടീഷ് കാബാലികൻ പെട്ടെന്ന് ചാടിപ്പിടിക്കുകയായിരുന്നു. പാറപ്പുറത്ത് വെച്ചിരുന്ന റിവോൾവർ തട്ടിയെടുത്ത് ഗോപാലമേനോൻ ഹാജിക്കു നേരെ നീട്ടി. രമനാഥർ വിസിലടിച്ചു. എല്ലാം പെട്ടെന്നായിരുന്നു സംഭവിച്ചത്. പിടിച്ചിടവേ വെള്ളപ്പട അടി
വാര്യംകുന്നൻ അറസ്റ്റിലായി. 1922 ജനുവരി 5-ന് ചെണ്ടവാദ്യം മുഴക്കിയും നൃത്തം ചെയ്തും ആരവങ്ങളോടെ ആജിയെ പ്രദർശനം നടത്തി മഞ്ചേരിയിലേക്ക് കൊണ്ടുപോയി. ചങ്ങലകളിൽ ബന്ധിച്ച് മീശരോമങ്ങൾ പറിച്ചെടുത്ത് പാതയിലൂടെ വലിച്ചേച്ചും ഭയണച്ചുകൊണ്ട് കുത്തിയും ആവോളം രോഷം തീർത്തുകൊണ്ടായിരുന്നു പട്ടാളത്തിൻ്റെ ആ യാത്ര. തന്നെ ചതിയിലൂടെ കീഴ്പ്പെടുത്തിയ കേണൽ ഹംഫ്രിയോട് വാര്യംകുന്നൻ ധീരതയോടെ പറഞ്ഞു, മക്കയെ കരുവാക്കിയ എന്നെ വഞ്ചിച്ച നിങ്ങൾ ഒരു കാര്യം മറന്നു. ഞാൻ മക്കയെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. പക്ഷെ അതെന്റെ ജന്മഭൂമിയല്ല. ഞാൻ ജനിച്ചത് വീരേതിഹാസങ്ങൾ രചിക്കപ്പെട്ട ഏറനാടൻ മണ്ണിലാണ്. 1922 ജനുവരി 20-ന് മലപ്പുറം മഞ്ചേരി റോഡിന്റെ 1-ാം മൈലിനടുത്ത് കോട്ടക്കുന്ന് വടക്കേ ചെരുവിൽ വെച്ച് ഹാജിയാരുടെയും 2 സഹായികളുടെയും വധശിക്ഷ നടപ്പാക്കുകയാണ്. ചെങ്ങലകളിൽ ബന്ധിച്ച് കണ്ണുകൾ കൂട്ടിക്കെട്ടാൻ ഒരുങ്ങവേ വാര്യംകുന്നന്റെ സിംഹഗർജനം ഉയർന്നു. നിങ്ങൾ കണ്ണുകൾ കെട്ടി പിന്നിൽ നിന്നും വെടിവെച്ചാണല്ലേ കൊല്ലാറ്? എന്നാൽ എൻ്റെ കണ്ണുകൾ കെട്ടാതെ ചെങ്ങലകൾ അയച്ച് മുന്നിൽ നിന്നും വെടിവെക്കണം. ആ വെടിയുണ്ട തളച്ചു കയറേണ്ടത് എൻ്റെ ഹൃദയത്തിലായിരിക്കണം. ഈ മണ്ണോട് മുഖം ചേർത്ത് എനിക്ക് മരിക്കണം. ഓരോ വെടിയുണ്ടയും സധൈര്യം ഏറ്റുവാങ്ങിയ ആ മനുഷ്യൻ ഒടുവിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന കോട്ടക്കുന്നിലെ മണൽത്തരികളിലേക്ക് വീണ് രക്തസാക്ഷിയായി. ഓരോ വെടിയുണ്ടയും ഹൃദയത്തിലേക്ക് തുളച്ചു കയറുമ്പോഴും ആ മനുഷ്യൻ കണ്ണുകൾ ചിമ്മിയില്ല, കൈകൾ ഉയർത്തിയില്ല. മരണത്തെ സധൈര്യം നോക്കിക്കൊണ്ടിരുന്നു. വിടവാങ്ങി മാപ്പിള നാടിനമീറ വീരകഥയോതി നിറുത്തുന്നി സീറ തെറ്റുകുറ്റങ്ങളെല്ലാം കസീറ മാപ്പാക്കുനാദ നിൻ ഫദ്ല് കബീറ. അങ്ങനെ ആ ധീര രക്തസാക്ഷിയുടെ ആത്മാവ് വിശുദ്ധ സന്നിധിയിലേക്ക് പറന്നകന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൊച്ചു കഥാപ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.